നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. 1 കിലോ ഉൽപ്പാദിപ്പിക്കാൻ ചെലവ് 200-ന് മുകളിൽ, വില 250 തൊടാതെ കർഷകന് രക്ഷയില്ല. കേന്ദ്ര ബഡ്ജറ്റിൽ റബ്ബറിനെ പാടെ തഴഞ്ഞതിൻ്റെ നിരാശയിലാണ് കർഷകർ. റബ്ബർ ബോർഡിനുള്ള വിഹിതത്തിൽ 17 കോടി രൂപയുടെ വർധനവ് പ്രഖ്യാപനം മാത്രമാണ് ആശ്വാസം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് റബ്ബർ താങ്ങുവില കിലോയ്ക്ക് 200 രൂപയാക്കി ഉയർത്തിയ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതമായി 1000 കോടി അനുവദിച്ചാൽ റബ്ബർ താങ്ങുവില 250 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ റബ്ബർ ബോർഡിനുള്ള പദ്ധതി വിഹിതം 360 കോടിയായിരുന്നത് പിന്നീട് 350 കോടിയാക്കി പുതുക്കി നിശ്ചയിച്ചു. ഇപ്പോഴത് 367 കോടി രൂപയായി ഉയർത്തി. കോമ്പൗണ്ട് റബ്ബറിൻ്റെ വൻതോതിലുള്ള ഇറക്കുമതി തടയണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. ഇറക്കുമതി ചുങ്കം ഉയർത്താനുള്ള നിർദ്ദേശങ്ങളുമില്ല. വില കൂടിയിട്ടും കർഷകർക്ക് ആശ്വാസമില്ല. 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് 200 രൂപയിലേറെയാണ് ചെലവ്. അതിനാൽ വില 250 രൂപയെങ്കിലും ലഭിച്ചാലേ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവൂ. ഉൽപ്പാദനം കുറഞ്ഞിട്ടും വില കൂടാത്തതിന് കാരണം കോമ്പൗണ്ട് റബ്ബറിൻ്റെ അനിയന്ത്രിതമായ ഇറക്കുമതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായിട്ടും കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി തടയാൻ ശ്രമിക്കാത്തത് ടയർ കമ്പനിക്കാരെ സഹായിക്കാനാണെന്നാണ് കർഷകർ പറയുന്നത്. ഇത് റബ്ബർ കൃഷിയെയും വ്യവസായത്തെ നശിപ്പിക്കുമെന്ന് റബ്ബർ ഉൽപ്പാദക സംഘം ദേശീയ കൂട്ടായ്മ സെക്രട്ടറി പറയുന്നു. ബഡ്ജറ്റ് വിഹിതത്തിൽ 2% വർധനവുണ്ട്. റബ്ബർ ബോർഡ് കേന്ദ്രത്തിന് സമർപ്പിച്ച പദ്ധതികൾ അംഗീകരിച്ചാൽ കൂടുതൽ ഫണ്ട് ലഭിക്കും. ഇപ്പോൾ റബ്ബറിന് വില കൂടിയിട്ടും കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ല. 250 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ട് കർഷകർക്ക് കൃഷി കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.